ന്യൂയോർക്കിൽ നിന്നും ഇറ്റലിയിലേക്ക് യാത്ര തിരിച്ച ആ കപ്പലിലെ ഒരാളെപ്പോലും കാണാനില്ല. അവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ അവരെങ്ങോട്ട് പോയെന്നോ യാതൊരുവിധ പിടിയുമില്ല. ഏറ്റവും ഒടുവിൽ ഷെർലക് ഹോംസിന്റെ രചയിതാവായ സർ ആർത്തർ കൊനൻ ഡോയിൽ പോലും അതിനുള്ള ഉത്തരം തേടി ഇറങ്ങുന്നുണ്ട്. പക്ഷേ കണ്ടെത്താനായില്ല. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് 152 വർഷങ്ങളായി ചുരുളഴിയാതെ കിടക്കുന്ന മേരി സെലസ്റ്റ് എന്ന കപ്പലിൻ്റെ രഹസ്യങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലുക്കിയ. 1872 നവംബർ മാസം 7-ാം തീയതി ന്യൂയോർക്കിൽ നിന്നും ഇറ്റലിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മേരി സെലസ്റ്റ് എന്ന് പറയുന്ന കപ്പൽ യാത്ര തിരിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ ആ കപ്പലിലുണ്ടായിരുന്നത് 8 അംഗ ക്രൂ മെമ്പേഴ്സും ക്യാപ്റ്റനും അയാളുടെ ഭാര്യയും മകളും, അതോടൊപ്പം തന്നെ 1700 ബാരൽ വരുന്ന ഇൻഡസ്ട്രിയൽ ആൽക്കഹോളാണ്. അതായത് ഡയറക്റ്റായിട്ട് എടുത്ത് കുടിക്കാൻ കഴിയില്ല, വ്യത്യസ്ത പ്രോസസ്സുകളിലൂടെയൊക്കെ കൃത്യമായിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ. അത്തരത്തിലുള്ള ആൽക്കഹോളുമാണ് ആ ഒരു കപ്പലിനകത്തുണ്ടായിരുന്നത്. ഏറെക്കുറെ 25 ദിവസം വേണമായിരുന്നു ഇവർക്ക് ന്യൂയോർക്കിൽ നിന്നും ഇറ്റലിയിലേക്ക് എത്തിച്ചേരാൻ. എങ്കിൽ കൂടെയും അടുത്ത 6 മാസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ തന്നെ ഈ ഒരു കപ്പലിനകത്ത് അവർ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ന്യൂയോർക്ക് പോർട്ടിൽ നിന്നും അവർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ അത്തരത്തിൽ കടന്നു പോവുകയാണ്. പക്ഷേ മേരി സെലസ്റ്റയിൽ നിന്നും പിന്നീട് ആർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും ലഭിച്ചതേയില്ല. ഡിസംബർ 5-ാം തീയതി ആകുമ്പോൾ പോർച്ചുഗലിൻ്റെ തീരത്ത് നിന്നും ഏറെക്കുറെ 600 മൈൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് കപ്പലായ ഡൈ ഗ്രേഷ്യയുടെ ക്യാപ്റ്റനായ ഡേവിഡ് മോർഹൗസ് വിദൂരതയിലൊരു കാഴ്ച കാണുകയാണ്. ഒരു കപ്പൽ എങ്ങോട്ടെന്നില്ലാതെ ഒഴുകി നടക്കുന്നു. സൂക്ഷ്മമായിട്ട് അയാൾ അതിനെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് ആരും തന്നെ ഇല്ല എന്നൊരു തോന്നൽ അയാളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പതിയെ ക്യാപ്റ്റൻ തൻ്റെ കപ്പലിനെ ആ കടലിലൂടെ ഒഴുകി നടക്കുന്ന കപ്പലിനോട് അടുപ്പിക്കുകയാണ്. അടുത്തടുത്തായി വന്നപ്പോൾ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് മേരി സെലസ്റ്റ് എന്ന് പറയുന്ന കപ്പലായിരുന്നു. ക്യാപ്റ്റൻ എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ ക്രൂ മെമ്പേഴ്സിനോട് മേരി സെലസ്റ്റ് എന്ന് പറയുന്ന ആ കപ്പലിനകത്ത് കയറി പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതിലുള്ള ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ക്യാപ്റ്റൻ ഡേവിഡ് പറഞ്ഞ അതേ രീതിയിൽ തന്നെ അയാളുടെ അനുയായികൾ മേരി സെലസ്റ്റയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. കപ്പലിൻ്റെ മുകൾ ഭാഗത്ത് അവർ ഉറക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരാളിൽ നിന്നും യാതൊരു വിധത്തിലുള്ള മറുപടികളും അവർക്ക് ലഭിച്ചതേയില്ല. അതോടുകൂടിയിട്ടാണ് പതിയെ ആ കപ്പലിൻ്റെ ഉൾഭാഗത്തേക്കും മറ്റുമൊക്കെ അവർ കയറാൻ ആരംഭിക്കുന്നത്. ആ ഒരു അവസരത്തിൽ അവിടെ തകർക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ക്ലോക്കും കോമ്പസും ഒക്കെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പതിയെ ആ കപ്പലിൻ്റെ ഉൾഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കപ്പലിനകത്തേക്ക് കുറച്ച് വെള്ളം കയറിയിട്ടുള്ളതായിട്ട് അവർക്ക് കാണാൻ കഴിയുകയാണ്. പക്ഷേ എത്രയൊക്കെ അലറി വിളിച്ചിട്ട് പോലും ആ കപ്പലിൽ നിന്നും ഒരാൾ പോലും അവർക്ക് മറുപടി നൽകിയതേയില്ല. അതിലുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കാം, ഒരുപക്ഷെ അവർ മരണപ്പെട്ടിരിക്കാം എന്ന് കരുതിയിട്ട് വല്ല മൃതദേഹങ്ങളും ആ ഒരു കപ്പലിനകത്തുണ്ടോ എന്ന് കരുതിയിട്ട് പോലും വിശദമായിട്ട് ആ കപ്പലിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ അവർ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്, തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഒരാളെപ്പോലും, ഒരാളുടെ മൃതദേഹം പോലും ആ ഒരു കപ്പലിനകത്ത്, മേരി സെലസ്റ്റ് എന്ന് പറയുന്ന കപ്പലിനകത്ത് അന്നേ ദിവസം അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അതോടുകൂടിയിട്ട് മറ്റേ കപ്പലിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഡേവിഡ് മോർഹൗസ് മേരി സെലസ്റ്റയിലേക്ക് കയറി വരികയാണ്. വിശദമായിട്ട് ക്യാപ്റ്റൻ്റെ റൂമും മറ്റുമൊക്കെ പരിശോധിച്ച് നോക്കിയ അവസരത്തിൽ ഡേവിഡിന് ചില കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയാണ്. ന്യൂയോർക്കിൽ നിന്നും ഇറ്റലിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ആ കപ്പലിനകത്തുണ്ടായിരുന്നത് 1700ഓളം ബാരൽ ആൽക്കഹോളാണ്. അതിൽ നിന്നും ഏറെക്കുറെ 9 എണ്ണം മാത്രം ഇപ്പോൾ പൂർണ്ണമായിട്ടും എംപ്റ്റി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം അതുപോലെ യാതൊരുവിധ കേടുപാടുകളും കൂടാതെ മേരി സെലസ്റ്റയുടെ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേരി സെലസ്റ്റയുടെ ലോഗ് ബുക്ക്, ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ ക്യാപ്റ്റന്മാർ എഴുതിയിടുന്ന ആ ഒരു പുസ്തകം പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ ഏറ്റവും അവസാനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് നവംബർ 24, 1872 കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. വലിയൊരു ശക്തമായ ചുഴലിക്കാറ്റിലൂടെയും മോശം കാലാവസ്ഥയിലൂടെയും ഞങ്ങൾ കടന്നുപോയി, പക്ഷേ ഞങ്ങൾ അതിനെ അതിജീവിച്ചു എന്ന് പറയുന്ന കാര്യമായിരുന്നു മേരി സെലസ്റ്റയുടെ ക്യാപ്റ്റൻ കൃത്യമായി തന്നെ ആ ലോഗ് ബുക്കിൽ അന്നേ ദിവസം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഏറെക്കുറെ 1-2 ആഴ്ചകളോളമായിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ആ ലോഗ് ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മേരി സെലസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കപ്പലിനകത്തുണ്ടായിരുന്ന 11 ആളുകൾക്ക് എന്താണ് സംഭവിച്ചത്? അവർ എങ്ങോട്ടാണ് പോയത്?
എത്രയൊക്കെ അവരെ തേടിയിട്ടും എത്രയൊക്കെ ഉറക്കെ വിളിച്ചിട്ടും ആ കപ്പലിനകത്ത് പൂർണ്ണമായിട്ടും തിരച്ചിൽ നടത്തിയിട്ടും ഒന്നും തന്നെ ആരെയും കണ്ടെത്താൻ കഴിയാത്തതോട് കൂടിയിട്ട് ഡേവിഡ് തൻ്റെ കപ്പലിനോട് മേരി സെലസ്റ്റിയെ ബന്ധിപ്പിച്ചുകൊണ്ട് കരയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. ഏറ്റവും ഒടുവിൽ കരയിലേക്ക് എത്തുമ്പോൾ അബാൻഡൻ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും ആരോരും തിരിഞ്ഞു നോക്കാതെ കടലിൽ നിന്നും തനിക്ക് ലഭിച്ചിട്ടുള്ള ആ കപ്പലിൻ്റെ ഇൻഷുറൻസ് തുകയും മറ്റുമൊക്കെ തനിക്ക് വേണമെന്നുള്ള ചില വാദങ്ങളും മറ്റുമൊക്കെ ഡേവിഡ് ഉയർത്തുന്നുണ്ട്. അത്തരത്തിൽ ചില കേസുകളും മറ്റൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. മേരി സെലസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കപ്പലിനകത്തുണ്ടായിരുന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ഉത്തരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അന്വേഷണ സംഘം ആദ്യം തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡേവിഡ് മോർഹോസ് എന്ന് പറയുന്ന ഈ ഒരു കപ്പൽ കണ്ടെത്തിയ വ്യക്തിയും അതുപോലെ തന്നെ മേരി സെലസ്റ്റ് എന്ന് പറയുന്ന കപ്പലിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്ന ബെഞ്ചമിൻ സ്പൂണർ ബ്രിഗ്സും സുഹൃത്തുക്കളായിരുന്നു എന്നൊരു കാര്യമാണ്. അതിനുമപ്പുറത്തേക്ക് ന്യൂയോർക്കിൽ നിന്നും ഇറ്റലിയിലേക്ക് ഇത്തരത്തിൽ മേരി സെലസ്റ്റെ കപ്പൽ യാത്ര നടത്തുന്നതിന് മുൻപേ തന്നെ ഇരുവരും കണ്ടിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൃത്യമായിട്ട് സംസാരിച്ച് പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ചില ഉഡായിപ്പ് പരിപാടികളാണോ ഇത് എന്ന നിലക്കുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ആദ്യം അവിടെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിശദമായിട്ട് ഡേവിഡിനെ ചോദ്യം ചെയ്ത അവസരത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി. മാത്രമല്ല സാധാരണ എന്നും കണ്ട് സംസാരിക്കുന്നത് പോലെ തന്നെയായിരുന്നു അന്നേ ദിവസവും തങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊരു മറുപടിയാണ് ഡേവിഡിന് പറയാനുണ്ടായിരുന്നത്. ഇനി ഉയർന്നു വരുന്ന രണ്ടാമത്തെ വലിയൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ചരക്കിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു കപ്പലിൻ്റെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും ഡേവിഡ് മോർഹോസ് എന്ന് പറയുന്ന ക്യാപ്റ്റനും സംഘവും മേരി സെലസ്റ്റെ എന്ന് പറയുന്ന കപ്പലിലുണ്ടായിരുന്ന എല്ലാ ആളുകളെയും, ക്യാപ്റ്റനെയും ക്രൂവിനെയും ക്യാപ്റ്റൻ്റെ കുടുംബാംഗങ്ങളെയും എല്ലാം ഒരുപോലെ തന്നെ കൊന്നതായിരിക്കാം എന്ന് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കപ്പൽ വിശദമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അത്തരത്തിലൊരു മൽപ്പിടുത്തം നടന്നതിൻ്റെ യാതൊരു വിധത്തിലുള്ള അടയാളങ്ങളും അതിനകത്തില്ല. അതുപോലെ തന്നെ കപ്പലിനകത്ത് രക്തക്കറ വീഴുകയും ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സാധ്യത അവിടെ തള്ളിക്കളയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് 1700 നിന്ന് 9 ബാരൽ മൈനസ് ചെയ്ത് ബാക്കിയുള്ള ആ ഒരു ആൽക്കഹോൾ കൃത്യമായ നിലയിൽ തന്നെ ഡേവിഡ് കരയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് അതെല്ലാം അടിച്ചു മാറ്റാനുള്ളൊരു പ്ലാൻ ആയിരുന്നുവെങ്കിൽ അതൊന്നും അയാൾ കൃത്യമായിട്ട് കരയിലേക്ക് കൊണ്ടുവരില്ലായിരുന്നു. സോ അവിടെ അത്തരമൊരു സാധ്യതയും അവസാനിക്കുകയാണ്. പിന്നീടുള്ള അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ബെഞ്ചമിനും ഡേവിഡും ഒരുപോലെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് ബെഞ്ചമിൻ തൻ്റെ മേരി സെലസ്റ്റെ എന്ന് പറയുന്ന കപ്പലിലുണ്ടായിരുന്ന ക്രൂവിനെ മുഴുവനും കൊന്നുകൊണ്ട് ഏറ്റവും അവസാനം ഡേവിഡിനെ വിവരം അറിയിച്ച് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സ്കാം ആയിരിക്കുമോ ഇത് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവിടെയും കൂടുതലായിട്ട് നോക്കുന്ന അവസരത്തിൽ ആ കപ്പലിലുണ്ടായിരുന്ന ക്രൂ മാത്രമല്ല, ബെഞ്ചമിൻ എന്ന് പറയുന്ന ക്യാപ്റ്റൻ്റെ കുടുംബാംഗങ്ങൾ, ഭാര്യയും മകളും ഉൾപ്പെടെയാണ് കാണാതായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു വാദവും അവിടെ തള്ളിക്കളയേണ്ട നിലയിലേക്ക് എത്തിച്ചേരുകയാണ്. മാത്രമല്ല ഈ ഒരു കപ്പൽ പിന്നെയും വിശദമായിട്ട് പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ കപ്പലിനകത്തുണ്ടായിരുന്ന സെക്സ്റ്റൻ്റ് കാണാനില്ല, അതേപോലെ തന്നെ കപ്പലിലുണ്ടായിരുന്ന ലൈഫ് ബോട്ട് കാണാനില്ല എന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്താൻ സാധിക്കുകയാണ്. ഈ സെക്സ്റ്റൻ്റ് എന്നൊക്കെ പറയുന്നത് ദൂരകോണം മാത്രം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതായത് കോണുകളുടെയും മറ്റൊക്കെ സഹായത്തോടുകൂടെ ദൂരം അളക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഡയറക്ഷനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കപ്പലിൽ ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ ഇത് രണ്ടും കപ്പലിൽ കാണാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മറ്റൊരു വലിയ സാധ്യത ഉയർന്നു വരുന്നുണ്ട്. ഒരു പക്ഷേ വിദൂരതയിൽ കടൽ കൊള്ളക്കാരെയോ മറ്റോ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ ഇൻസ്ട്രുമെൻറ്റും ലൈഫ് ബോട്ടും എടുത്തുകൊണ്ട് കപ്പലിലുള്ള എല്ലാവരും ഒരുപോലെ തന്നെ രക്ഷപ്പെട്ടു പോയതാണോ? ഈ ഒരു കാര്യത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വിദൂരതയിൽ കടൽ കൊള്ളക്കാരൊക്കെ കാണുന്ന അവസരത്തിൽ ചിലപ്പോഴൊക്കെ ചില കപ്പലിലെ ആളുകൾ ജീവനും കൊണ്ട് ഇതുപോലെ തന്നെ രക്ഷപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ മേരി സെലസ്റ്റയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ കടൽ കൊള്ളക്കാരൊന്നും തന്നെ മേരി സെലസ്റ്റയിലേക്ക് കയറിയിട്ടില്ല എന്നൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. എങ്ങാനും മേരി സെലസ്റ്റെ എന്ന് പറയുന്ന ഈ ഒരു കപ്പലിനകത്തേക്ക് കടൽ കൊള്ളക്കാർ കയറിയിരുന്നുവെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന ആൽക്കഹോൾ പൂർണ്ണമായിട്ടും അവർ മോഷ്ടിച്ചു കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഇവിടെ ഒരിക്കലും അത്തരം ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. അതിനാലൊക്കെ തന്നെ ഈ ഒരു കാര്യവും തള്ളിക്കളയേണ്ടി വരികയാണ്. പിന്നീടുള്ള അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ഈ കപ്പലിൻ്റെ അടിഭാഗത്ത് കുറച്ചൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ കപ്പലിനകത്തുണ്ടായിരുന്ന ഈ വെള്ളം പുറത്തേക്ക് അടിച്ചു കളയുന്നതിനാവശ്യമായിട്ടുള്ള വാട്ടർ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കപ്പലിലേക്ക് ധാരാളമായിട്ട് വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ അതിനകത്തുണ്ടായിരുന്ന വാട്ടർ പമ്പൊന്നും വർക്ക് ചെയ്യാത്തൊരവസ്ഥ വന്നപ്പോൾ കപ്പൽ പതിയെ മുങ്ങാൻ പോവുകയാണ് എന്ന് കരുതിക്കൊണ്ട് ഒരു പക്ഷേ കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റനും ക്രൂവും അയാളുടെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഈ ഒരു ലൈഫ് ബോട്ടിൽ കയറിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചതായിരിക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ പിന്നീട് നടന്ന വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം അവർക്ക് കരയിലേക്ക് എത്തിച്ചേരാൻ
കഴിയാതെ വന്നതായിരിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ തന്നെയായാലും മേരി സെലസ്റ്റെ എന്ന് പറയുന്ന കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകളെ കാണാനില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് യാതൊരുവിധ പിടിയുമില്ല. എന്നാൽ കപ്പലിന് ഒരു പോറൽ പോലും ഏൽക്കാതെ കപ്പൽ തിരിച്ചു ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 6 മാസത്തേക്ക് ആവശ്യമായിട്ട് കരുതിയിട്ടുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളും വെള്ളവും ഒക്കെ അതുപോലെ തന്നെ ഉണ്ട് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ വാർത്തകളൊക്കെ വലിയ തോതിൽ തന്നെ പ്രചരിക്കാൻ ആരംഭിക്കുകയാണ്. ആളുകൾ ഏവരും മേരി സെലസ്റ്റയെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെയൊക്കെ വന്നതോട് കൂടിയിട്ടാണ് പല ആളുകളും ഈ കപ്പലിൻ്റെ കഴിഞ്ഞകാല ചരിത്രത്തെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങാൻ ആരംഭിക്കുന്നത്. അതൊക്കെ ഏറ്റവും ഒടുവിൽ എത്തിച്ചേരുന്നത് ഇതൊരു ശപിക്കപ്പെട്ട കപ്പലാണ്, ഇതൊരു ഗോസ്റ്റ് ഷിപ്പാണ് എന്ന് തുടങ്ങിയിട്ടുള്ള പല വാദങ്ങളിലേക്കുമായിരുന്നു. ഇത്തരത്തിൽ മേരി സെലസ്റ്റയെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചിറങ്ങിയവരുടെ കൂട്ടത്തിൽ ഷെർലക് ഹോംസ് എന്ന് പറയുന്ന വിഖ്യാതമായിട്ടുള്ള കഥാപാത്രത്തെ സൃഷ്ടിച്ച സർ ആർത്തർ കൊനൻ ഡോയിൽ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഷോർട്ട് സ്റ്റോറി രചിച്ചിട്ടുണ്ടായിരുന്നു. ജെ ഹബാക്കുക്ക് ജെഫ്സൺ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അദ്ദേഹം ആ ഒരു ഷോർട്ട് സ്റ്റോറിക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു കപ്പലിലുണ്ടായിരുന്ന അതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻറ്റ്, അയാളുടെ അഭിപ്രായങ്ങൾ എന്ന നിലയിലാണ് അദ്ദേഹം ആ ഒരു ഫിക്ഷണൽ സ്റ്റോറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ ഇത്തരത്തിൽ എന്താണ് ഈ ഒരു മേരി സെലസ്റ്റെ എന്ന് പറയുന്ന കപ്പലിൻ്റെ കഴിഞ്ഞകാല ചരിത്രം? എന്തുകൊണ്ടാണ് ആളുകൾ അതിനെ ഗോസ്റ്റ് ഷിപ്പെന്നും പ്രേത കപ്പലെന്നും ഒക്കെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഈ ഒരു കപ്പൽ ഉണ്ടാക്കിയ അവസരത്തിൽ അതിൻ്റെ പേര് ആമസോൺ എന്നായിരുന്നു. കാനഡയിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കപ്പൽ നിർമ്മിക്കപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തി ഈ ഒരു കപ്പലിനകത്ത് വെച്ചുകൊണ്ട് തന്നെ മരണപ്പെടുകയാണ്. മാത്രമല്ല തുടർന്നുള്ള യാത്രയിൽ ആമസോൺ എന്ന് പേരുണ്ടായിരുന്ന ഈ ഒരു കപ്പൽ വലിയൊരു കൂട്ടിയിടിക്ക് കാരണമാവുകയാണ്. ഒരുപാട് തരത്തിലുള്ള കേടുപാടുകൾ ഈ ഒരു കപ്പലിൽ വരികയാണ്. അതിനുശേഷം ഈ ഒരു കപ്പലിനെ നേരാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മറ്റൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അവിടെ ഈ ഒരു കപ്പലിൽ എത്തിയതിനു ശേഷം അവിടെയും വലിയൊരു തീപിടുത്തം നടക്കുകയാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ അവിടെയും അരങ്ങേറുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് ആ ഒരു കപ്പലിൻ്റെ ഓണറായിട്ടുള്ള വ്യക്തി എങ്ങനെയും ഈ ഒരു കപ്പൽ വിൽക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ മറ്റൊരാൾ ആമസോൺ എന്ന പേരുള്ള ഈ ഒരു കപ്പലിനെ മേടിക്കുന്നുണ്ട്. പക്ഷേ കപ്പലിനെ മേടിച്ച് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ അയാൾക്ക് വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാവുകയാണ്. അയാൾ ചെയ്തുകൊണ്ടിരുന്ന വ്യത്യസ്ത തരത്തിലുള്ള ജോലികളെല്ലാം തന്നെ വലിയ തിരിച്ചടികൾ അയാൾക്ക് നേരിടേണ്ടി വരികയാണ്. അതോടുകൂടിയിട്ട് പിന്നെയും ആമസോൺ എന്ന് പറയുന്ന ഈ ഒരു കപ്പൽ എങ്ങനെയും ഏറ്റവും ചെറിയ വിലക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും വിറ്റൊഴിവാക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അയാൾ എത്തിച്ചേരുകയാണ്. അതോടുകൂടിയിട്ട് മറ്റൊരു വ്യക്തി വളരെ ചുരുങ്ങിയൊരു വിലക്ക് തന്നെ ഈ ഒരു കപ്പലിനെ മേടിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, പിന്നെയും ഈ കപ്പൽ ഒരു വലിയ ആക്സിഡൻറ്റിലേക്ക് എത്തിച്ചേരുകയാണ്. ഒരുപാട് തരത്തിലുള്ള കേടുപാടുകൾ കപ്പലിന് വരികയാണ്. ഒരുപാടധികം പണം ചിലവാക്കിക്കൊണ്ട് അയാൾ ഈ ഒരു കപ്പൽ പിന്നെയും നേരാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ അയാൾ നേരാക്കിയിട്ട് ഈ ഒരു കപ്പൽ പിന്നീട് വിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ കഴിഞ്ഞ 11 വർഷക്കാലത്തിനിടക്ക് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായിട്ട് ഒരുപാടധികം പ്രശ്നങ്ങൾ വാങ്ങിയിട്ടുള്ള ആളുകൾക്കും ഈ ഒരു കപ്പലിനും ഒരുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് പലരും ഇതിനൊരു ഗോസ്റ്റ് ഷിപ്പ് എന്ന പേരിലൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഒരു കപ്പൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ന്യൂയോർക്കിൽ നിന്നും ഇറ്റലിയിലേക്ക് മേരി സെലസ്റ്റെ എന്ന പേര് മാറ്റി ഈ ഒരു കപ്പൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ബെഞ്ചമിനും അയാളുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അയാളുടെ സഹോദരനും ഒക്കെ ചേർന്നുകൊണ്ടാണ്. ആകെ മൊത്തം 4ഓളം ആളുകളാണ് ഈ ഒരു കപ്പലിൻ്റെ ഓണേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും ബെഞ്ചമിൻ തൻ്റെ സ്വന്തം കപ്പലിനെ അങ്ങനെയൊന്നും ഉപേക്ഷിച്ച് പോവില്ല. അയാളുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ് എന്നതിനാൽ തന്നെ എങ്ങനെയും അതിനെ സംരക്ഷിക്കാനുള്ള പരമാവധി ശ്രമങ്ങളൊക്കെ തന്നെയും അയാൾ അവിടെ നടത്തേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് മേരി സെലസ്റ്റെ എന്ന് പറയുന്ന ഒരു കപ്പലിനകത്തുണ്ടായിരുന്ന ആളുകൾക്ക് ബെഞ്ചമിൻ എന്ന ക്യാപ്റ്റനും അയാളുടെ സഹപ്രവർത്തകർക്കും അയാളുടെ ഭാര്യയ്ക്കും കുഞ്ഞിനും സംഭവിച്ചത്? അവരെങ്ങോട്ടാണ് പോയത്? ഇതിന് പുറകിൽ പ്രവർത്തിച്ചത് കടൽ കൊള്ളക്കാരാണോ? അതോ പെട്ടെന്ന് വെച്ചുകൊണ്ട് കപ്പലിന് തകരാറ് വന്നത് കാരണം കപ്പലിനകത്തേക്ക് വെള്ളം ഇരച്ചു കയറുന്നത് കണ്ട് ജീവനും കൊണ്ട് ഇവരെല്ലാവരും ഇതിൽ നിന്നും ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടതാണോ? ഇനി അതൊന്നുമല്ല എങ്കിൽ പല ആളുകളും പറയുന്നത് പോലെ തന്നെ ഇതൊരു ഗോസ്റ്റ് ഷിപ്പായത് കാരണം അതുമായി ബന്ധപ്പെട്ട ആത്മാക്കളുമായി ബന്ധപ്പെട്ട പ്രേതങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇവരുടെ തിരോധാനത്തിന് പുറകിൽ പങ്കുണ്ടാകുമോ? അപ്പം എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് കാണുമെന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഏറെക്കുറെ 152 വർഷങ്ങളായിട്ട് പലരും പല നിലക്കും അന്വേഷിച്ചിട്ട് പോലും ഈ ഒരു കപ്പലിലുണ്ടായിരുന്ന ആളുകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഇന്നേ വരെ ആർക്കും തന്നെ കണ്ടെത്താനായിട്ടില്ല. പലർക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതുപോലെ തന്നെ പറയാനുണ്ട്. പക്ഷേ ഒന്നും കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
എന്തായിരിക്കും സത്യത്തിൽ മേരി സെലസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കപ്പലിലുള്ള ആളുകൾക്ക് സംഭവിച്ചത്? പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഈ ഒരു കപ്പലിന് കേടുപാടുകൾ സംഭവിച്ച് അതിലേക്ക് വലിയ തോതിൽ തന്നെ വെള്ളം ഇരച്ചു വരാൻ ആരംഭിച്ചപ്പോൾ ഭയന്നുകൊണ്ട് കപ്പൽ മുങ്ങാൻ പോവുകയാണ് എന്ന് കരുതിയിട്ട് ആളുകൾ രക്ഷപ്പെട്ടതായിരിക്കാം. പക്ഷേ ഈ ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു എങ്കിൽ പോലും പിന്നീട് നടന്ന വ്യത്യസ്ത പ്രശ്നങ്ങൾ കാരണം അവർക്ക് കരയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ പോയതായിരിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. എന്തൊക്കെ തന്നെയായാലും ഇന്നും ചുരുളഴിയാത്ത, ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു കേസായിട്ട്, ഒരു വിഷയമായിട്ട് മേരി സെലസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കപ്പലും അതിലുള്ള ആളുകളും ഒക്കെ അവശേഷിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം പിന്നീട് ഈ ഒരു കപ്പലിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിൽക്കാലത്ത് മറ്റേതോ ക്യാപ്റ്റൻ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു കപ്പൽ മനഃപൂർവ്വം ഇടിപ്പിച്ചു, മനഃപൂർവ്വം നശിപ്പിച്ചു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിലും നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.